ഇപ്പൊ നമുക്കറിയാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് മ്യൂട്ടിൽ നിൽക്കാം കേട്ടോ. കാരണം മീറ്റിംഗിന് ശേഷം നിങ്ങൾക്ക് ഒരു ഭയങ്കര എക്സ്ട്രാ എന്താ പറയാ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഡൗട്ട്സും ഒക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾ മാക്സിമം ഒന്ന് മൈക്ക് ഓഫ് ഒക്കെ ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ ഗുഡ് ഈവനിങ് എവറി വൺ. അപ്പൊ നമുക്ക് നമ്മളുടെ ഇന്നത്തെ സെഷൻ അറിയാം, നമ്മുടെ മൂന്നാമത്തെ സെഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൂന്നാമത്തെ സെഷൻ സിലബസ് ഡീകോഡിംഗ് ആണ്. അതായത് എന്തൊക്കെയാണ് നമുക്ക് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മൾ ഒരു എക്സാം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഡിഗ്രി നേടാൻ നമ്മൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് നമുക്ക് വേണം, അതുപോലെ ഒരു 1 ഇയർ നമ്മളെ ഒരു ജേർണിയിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കേണ്ടത്, അതുപോലെ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പറ്റിയിട്ടും ഒരു ഇൻഡെപ്ത് നോളജ് ഈ സെഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ കൂടുതലും സിലബസ് ഓറിയന്റഡ് ആണ് ഇന്നത്തെ സെഷൻ. ഇപ്പൊ നമ്മളുടെ BA സൈക്കോളജി ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ നമുക്ക് പഠിക്കണോ അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ എക്സാം അസൈൻമെന്റ്സ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് എല്ലാ രീതിയിലുള്ള ഒരു നോളജ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൺവേ ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നസ്രിൻ മാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്സ് മെന്റർ ആയിട്ടുള്ള വാണി മാമും ഉണ്ട്. അപ്പോ നമുക്ക് അധികം ലേറ്റ് ആക്കുന്നില്ല, ഞാൻ നസ്രിൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓവർ ടു യു മാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ഓറിയന്റേഷന്റെ മൂന്നാമത്തെ സെഷൻ ആണ്. ഈ സെഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഡീകോഡ് ചെയ്ത് തരിക എന്നുള്ളത് തന്നെയാണ്. സിലബസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതിനോടൊപ്പം നമ്മുടെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാനും അതേപോലെ ലേൺ വൈസ് എങ്ങനെ നിങ്ങളുടെ ഒരു അക്കാഡമിക് ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ സെഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെഷന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം, ചോദിക്കാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ്. നമ്മുടെ BA സൈക്കോളജി ഹോണേഴ്സ് സൈക്കോളജിനെ ഫസ്റ്റ് ഇയറിന്റെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പലരും ഓൺബോർഡിംഗ് സെഷനിൽ കേട്ടിട്ടുണ്ടാവും, നമുക്ക് 4 സൈക്കോളജി പേപ്പേഴ്സ് ആണ് ഉള്ളത്. കോർ പേപ്പേഴ്സ് ആയിട്ട് 4 സൈക്കോളജി പേപ്പേഴ്സ് ഹോണർ സൈക്കോളജിക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് 2 ഇലക്ടീവ് പേപ്പേഴ്സും 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് പേപ്പേഴ്സും ആണ് ഉള്ളത്. ഓക്കെ, ഇതില് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ബയോ സൈക്കോളജി ആൻഡ് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച്, ഈ 4 പേപ്പറുമാണ് നമുക്ക് കോർ പേപ്പേഴ്സ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ വരുന്നത്, സൈക്കോളജി പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സസും നമ്മൾ അവൈലബിൾ ആണ്. ലേൺ വൈസിന്റെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ പലരും കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ പിന്നെ വരുന്നതൊക്കെ ഇലക്ടീവ് പേപ്പേഴ്സ് ആണ്. എൻവിറോൺമെന്റൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, അതേപോലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഇതിന്റെയൊക്കെ വീഡിയോസും മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ. പിന്നെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അപ്ലൈഡ് എത്തിക്സ്, ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, ഫിലോസഫി ഓഫ് റിലീജിയൻ, അണ്ടർസ്റ്റാൻഡിംഗ് BR അംബേദ്കർ, വാട്ടർ ഹാർവെസ്റ്റിംഗ്, കൺസർവേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ, ഇതിന്റെ എല്ലാം മെറ്റീരിയൽസും നമ്മുടെ ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ 4 സൈക്കോളജി കോർ പേപ്പേഴ്സിനും 6 ക്രെഡിറ്റ്സ് വീതമാണുള്ളത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലും ഇൻഡിവിജ്വൽ ഡിഫറൻസിനും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെ ട്യൂട്ടോറിയൽ ആണ് വരുന്നത്. ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, പലരും ഓൺബോർഡിംഗ് സെഷനിൽ കേട്ടിട്ടുണ്ടാവും, നമുക്ക് അസൈൻമെന്റ് ഉണ്ട്. ഓക്കെ, അസൈൻമെന്റിന്റെ കൂടെ നിങ്ങൾക്ക് ബയോ സൈക്കോളജിയിലും സ്റ്റാറ്റിയിലും എന്താണ് വരുന്നത്, ട്യൂട്ടോറിയലും കൂടി വരുന്നുണ്ട്. അസൈൻമെന്റിന്റെ കൂടെ, അസൈൻമെന്റിന് പുറത്ത് ട്യൂട്ടോറിയലും കൂടി വരുന്നുണ്ട്. അത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലും ഇൻഡിവിജ്വൽ ഡിഫറൻസിലും പ്രാക്ടിക്കൽ ആയിരിക്കും വരിക. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന ഇലക്ടീവ് പേപ്പേഴ്സിനൊക്കെ 6 ക്രെഡിറ്റ്സ് ഇതാണുള്ളത്. എൻവിറോൺമെന്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. ഇതിന് 4 ക്രെഡിറ്റ്സ് ഇതാണ് ഉള്ളത്. ഓക്കെ, അടുത്തതാണ് BA സൈക്കോളജിന്റെ സെക്കൻഡ് ഇയർ സബ്ജക്ട്സ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ആ ടൈം ആകുമ്പോൾ പറഞ്ഞുതരും. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു സമയത്ത് പറഞ്ഞുതരും. തേർഡ് ഇയറിലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സൈക്കോളജി കോർ പേപ്പേഴ്സ് മാത്രമാണ് ഉണ്ടാവും. ഇലക്ടീവ്സും എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഒന്നും ആ ഒരു സമയത്ത് നിങ്ങളുടെ തേർഡ് ഇയറിന്റെ സമയത്ത് അവൈലബിൾ ആവില്ല. ഓൺലി സൈക്കോളജി പേപ്പേഴ്സ് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. സൈക്കോളജിയിലെ നിങ്ങളുടെ മൂന്നാമത്തെ വർഷത്തെ, അതായത് ലാസ്റ്റ് ഇയറിലാണ് നിങ്ങൾക്ക് പ്രൊജക്ട് വർക്കുകളൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് നമ്മുടെ SPC ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സസ് ആണ്.
ഓക്കെ, ഇപ്പോ പുതിയ NEP 2020 പ്രകാരം നമുക്കറിയാലേ ഡിഗ്രി കോഴ്സസ് ഒക്കെ 4 വർഷം ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള BA FPC BA സൈക്കോളജിന്റെ ഫസ്റ്റ് ഇയർ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതില് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയാണ് കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. അതിന്റെ എല്ലാ മെറ്റീരിയൽസും അതേപോലെ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിന് 6 ക്രെഡിറ്റ്സ് വീതമാണുള്ളത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ പ്രാക്ടിക്കൽ വരുന്നുണ്ട്, അതേപോലെ സോഷ്യൽ സൈക്കോളജിയിൽ ട്യൂട്ടോറിയൽ ആണ് വരുന്നത്. ട്യൂട്ടോറിയൽ ഹോണർ സൈക്കോളജിയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അസൈൻമെന്റിന്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എഴുതാനുള്ള ഒരു വർക്കാണ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിൽ എൻവിറോൺമെന്റൽ സ്റ്റഡീസ് വരുന്നുണ്ട്, വാല്യൂ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, എന്റർപ്രണർഷിപ്പ്, ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്. ഇതൊക്കെ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും അതേപോലെ വീഡിയോസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവും. ഓക്കെ, പിന്നെ BA FPCയിൽ വരുന്ന മറ്റ് ഇലക്ടീവ്സ് ആണ് ഡാറ്റ അനാലിസിസ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹിസ്റ്ററി ഓഫ് എൻവിറോൺമെന്റ്, ജനറൽ സൈക്കോളജി, അപ്ലൈഡ് എത്തിക്സ്, അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ, ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ട്രാൻസ്ലേഷൻ, ലൈഫ് സ്കിൽസ്, ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ്, ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽസ്, ടൂറിസം ആന്ത്രോപോളജി. ഇതൊക്കെ വരുന്നത് ജനറൽ ഇലക്ടീവ്സ് ആയിട്ടാണ്. ഇതിനൊക്കെ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓരോ ബ്ലോക്ക് വൈസ് നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങൾ പലരും വീഡിയോ കണ്ടു തുടങ്ങി. അപ്പൊ നമുക്കറിയാലേ നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്കിന്റെ അണ്ടറിലൊക്കെ യൂണിറ്റ് ആക്കിയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ സൈക്കോളജി മെയിൻ പേപ്പർ ആണ്. അതില് ബ്ലോക്ക് 1 വരുന്നത് സൈക്കോളജിന്റെ ഒറിജിനും അതേപോലെ സൈക്കോളജിന്റെ ഡെഫിനേഷൻ. സൈക്കോളജി എന്താണ്, നിങ്ങളിപ്പോ UG-കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് സൈക്കോളജി എന്ന് അറിയില്ല അല്ലെ. അപ്പൊ അതിന്റെ സ്കോപ്പുകൾ എവിടേക്കാണ് വരുന്നത്, ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് സൈക്കോളജി യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഫസ്റ്റത്തെ ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ബ്ലോക്കാണ് പെർസെപ്ഷൻ. പെർസെപ്ഷനിൽ പറയുന്നത് എന്താണ് പെർസെപ്ഷൻ ലോസ് ഏതൊക്കെയാണ്, അതിന്റെ എറേഴ്സ് ഏതൊക്കെയാണ്, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ പെർസെപ്ഷന്റെ വിവിധ തരം ടൈപ്സ് ഉണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു ബ്ലോക്കിലാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് മൂന്നാമത്തെ ബ്ലോക്കിൽ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്. എങ്ങനെയാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് നടക്കുന്നത്, തോട്ട് പ്രോസസ്സും സൈക്കോളജിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതേപോലെ ലാംഗ്വേജും എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ബ്ലോക്കിൽ പറയുന്നത്. പിന്നെ ബ്ലോക്ക് 4 ലേണിംഗ് ആൻഡ് മെമ്മറി. ലേണിംഗ് എന്താണ്, അതിന്റെ വിവിധ തിയറീസ് ഏതൊക്കെയാണ് അതിന്റെ ടൈപ്സ്. കുറെ തിയറീസ് ഉണ്ടാവും അല്ലെ, ഓരോ ടോപ്പിക്കിന്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ടാവും. അതേപോലെ ലേണിംഗിലും മെമ്മറിയും എന്താണ് ലേണിംഗ് അല്ലെങ്കിൽ എന്താണ് മെമ്മറി എന്നും, എന്തൊക്കെയാണ് അതിന്റെ ടൈപ്സ് എന്നും, അതുപോലെ അതിന്റെ തിയറീസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. മെമ്മറി ഒക്കെ വിവിധ ടൈപ്പ് ഉണ്ട്, നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ ബ്ലോക്കാണ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ. മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മോട്ടിവേഷൻ എന്നും എന്താണ് ഇമോഷൻ എന്നും അതോടുകൂടി അതിന്റെയൊക്കെ തിയറീസും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ബ്ലോക്കിലാണ് പറയുന്നത്. പിന്നെ ജനറൽ സൈക്കോളജി, അതായത് ഇതിൽ പിന്നെ പ്രാക്ടിക്കൽ വരുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ. അത് അപ് ടു സ്റ്റഡി സെന്റർ ആണ് തീരുമാനിക്കുക നിങ്ങൾക്ക് എന്ത് പ്രാക്ടിക്കൽ തരണം എന്നുള്ളത് കേട്ടോ. പിന്നെ വരുന്നതാണ് അടുത്ത സബ്ജക്ട് BPCC 102 ബയോസൈക്കോളജി. ബയോസൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബ്രെയിനും നമ്മുടെ ബിഹേവിയറും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. സൈക്കോളജിന്റെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ബയോസൈക്കോളജി എന്ന് പറയുന്നത്. ഇതിലും ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി എന്താണെന്നും അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളുമാണ് പറയുന്നത്. അതേപോലെ ന്യൂറോൺസിനെ കുറിച്ചിട്ടും നെർവ് ഇമ്പൾസിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 2 നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഇങ്ങനെ 2 നെർവസ് സിസ്റ്റംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ. സോ അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഈ ഒരു ബ്ലോക്കിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ വരുന്നത് ബ്ലോക്ക് 3 ബ്രെയിൻ ലാറ്ററലൈസേഷൻ. ഞാൻ പറഞ്ഞു ബയോസൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനും ബിഹേവിയറും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ബയോസൈക്കോളജി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിനിന്റെ സ്ട്രക്ചർ പഠിക്കണം, ബ്രെയിനിലെ ഏതൊക്കെ പോർഷൻസ് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ അതൊക്കെ പറയുന്നത് ഈ ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്നുള്ള ബ്ലോക്കിലായിരിക്കും. പിന്നെ വരുന്നതാണ് ബ്ലോക്ക് 4 ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ. ഇതിൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ വിവിധ തരം ഹോർമോൺസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതും എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുന്നതും ഈ ഒരു ബ്ലോക്കിലായിരിക്കും. ഓക്കെ, അടുത്ത സബ്ജക്റ്റ് ആണ്. ഇതൊക്കെ പറയുന്നത് ഹോണർ സൈക്കോളജിന്റെ സബ്ജക്ട്സുകളാണ് കേട്ടോ.
പിന്നെ വരുന്നതാണ് BPCC 103 സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ അതിലെ ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്ന്. ഇപ്പോൾ നമുക്കറിയാലേ, നമ്മൾ ഓരോരുത്തരും പേഴ്സണാലിറ്റീസ് ഡിഫറെന്റ് ആണ്. എന്റെ ഇന്റലിജൻസ് പോലെ ആവില്ല നിങ്ങളുടെ ഇന്റലിജൻസ് ഉണ്ടാവും, എന്റെ പേഴ്സണാലിറ്റി പോലെ ആവില്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പേഴ്സണാലിറ്റീസ് ഡിഫർ ചെയ്തിട്ടുണ്ട്, അതിനെ എങ്ങനെ അസസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നുണ്ട്. അതേപോലെ ബ്ലോക്ക് 2 ഇന്റലിജൻസ് എന്താണ്, ഇന്റലിജൻസ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്താണ്, അതിന്റെ തിയറീസ് എന്തൊക്കെയാണ്, അതെങ്ങനെ അസസ് ചെയ്യാം, അതേപോലെ അതെങ്ങനെ മെഷർ ചെയ്യാം, ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെ മെഷർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ബ്ലോക്ക് 2 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ബ്ലോക്ക് 3 വരുന്നത് ഇന്ത്യൻ തോട്ട്സ് ഇൻ സൈക്കോളജി, അതായത് വെസ്റ്റേൺ സൈക്കോളജി ഇന്ത്യൻ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും അതേപോലെ ഇന്ത്യൻ തോട്ടില് സെൽഫ് എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളതും ഈ ഒരു ബ്ലോക്കിലാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ വരുന്നതാണ് ബ്ലോക്ക് 4 മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്താണ് മോട്ടിവേഷൻ എന്നും ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ്, ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റി ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. പിന്നെ ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിലും നമുക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. പിന്നെ പ്രാക്ടിക്കലിന്റെ കാര്യങ്ങളൊക്കെ അപ് ടു സ്റ്റഡി സെന്റർ ആണ് കേട്ടോ. പിന്നെ വരുന്ന സൈക്കോളജി പേപ്പർ ആണ് സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് ഞാൻ മാത്രമല്ല, നിങ്ങളുടെ മെന്റേഴ്സ് ഒക്കെ നിങ്ങൾ ഓൺബോർഡിംഗ് സെഷൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് നമ്മളത് ഒരിക്കലും ഒരു പ്യുവർ മാത്സ് അല്ല. നമ്മുടെ മാത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തേർഡ് ഇയറിലെ ഡിസർട്ടേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്ക് ചെയ്യാനുണ്ട്. അതിൽ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡാറ്റ അനാലിസിസ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പേപ്പറിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നും അതിലെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നും സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്തൊക്കെയാണെന്നും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിവിഷൻസ് എന്തൊക്കെയാണെന്നും ഒക്കെയാണ് യൂണിറ്റ് 1 പറയുന്നത്. യൂണിറ്റ് 2 നമ്മൾ എങ്ങനെ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, അത് എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഡാറ്റാസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, പെർസെന്റേജ് റാങ്ക്സ് ഒക്കെ എങ്ങനെയാണ്, പിന്നെ ഡാറ്റ ഒക്കെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് യൂണിറ്റ് 2 പറയുന്നത്. പിന്നെ യൂണിറ്റ് 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് മീൻ, മീഡിയം, മോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള യൂണിറ്റ് 3 പിന്നെ യൂണിറ്റ് 4 മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി, അതായത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, ഡാറ്റ വേരിയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. പിന്നെ വരുന്നത് യൂണിറ്റ് 5 റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷന്, ആവറേജ് ഡീവിയേഷന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് യൂണിറ്റ് 5 ഓക്കെ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന് 3ാമത്തെ ബ്ലോക്കിലാണ് കോറിലേഷനെ കുറിച്ചിട്ട് പറയുന്നത്. കോറിലേഷൻ കോഎഫിഷ്യന്റിനെ കുറിച്ചിട്ടും കോറിലേഷൻ എന്താണെന്ന് കുറിച്ചിട്ടും അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചിട്ടും പ്രോപ്പർട്ടീസ്, ലിമിറ്റേഷൻസ് ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു കോറിലേഷൻ എന്ന് പറയുമ്പോൾ വിവിധ ടൈപ്പ് കോറിലേഷൻസ് ഉണ്ട്. ഓരോ ആൾക്കാർ പറയുന്ന കോറിലേഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ബ്ലോക്കിലാണ് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 4 നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോബബിലിറ്റി, അതിന്റെ നാച്ചർ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ സ്റ്റാൻഡേർഡ് സ്കോർസ് എങ്ങനെ കാണാം, അതേപോലെ കർട്ടോസിസും സ്ക്യൂനോസിസും എങ്ങനെ മെഷർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിലാണ് പറയുന്നത്. ഓക്കെ, ഇനി വരുന്ന സബ്ജക്ട് നമ്മുടെ FPC-കാരതാണ്, അതായത് ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെതാണ് സോഷ്യൽ സൈക്കോളജി വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഹോണർ സൈക്കോളജിയിലുള്ള പോലെ തന്നെയാവും ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിലും വരുന്നത്. പിന്നെ വരുന്നത് സോഷ്യൽ സൈക്കോളജിയിൽ വീണ്ടും ബ്ലോക്കുകളായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്താണ്, ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, ഇതില് സോഷ്യൽ സൈക്കോളജിന്റെ വിവിധ തിയറീസും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 2 സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, പിന്നെ സെൽഫും അതിന്റെ പ്രോസസ്സുകളും, അതേപോലെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാവും ഒരു ഒരാള് അവരുടെ ബിഹേവിയർ കാണിക്കുക എന്നതിനെ കുറിച്ചിട്ടും ഈ ഒരു ബ്ലോക്കിൽ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ബ്ലോക്ക് 3 സോഷ്യൽ കോഗ്നിഷന്, അതേപോലെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നത്, ആറ്റിറ്റ്യൂഡ് എന്താണ്, പിന്നെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്
സോഷ്യൽ കോഗ്നിഷൻ എന്നുള്ള ഈ ഒരു ബ്ലോക്കിലായിരിക്കും. പിന്നെ വരുന്നതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓരോ ബിഹേവിയറും നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലെ. അതേപോലെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ഇപ്പൊ അഗ്രഷനും സോഷ്യലി ഇൻഫ്ലുവൻസും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേപോലെ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ബിഹേവിയർ, പ്രോ സോഷ്യൽ ബിഹേവിയർ. അതേപോലെ ഇന്റർപേഴ്സണലി എങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട്, അതാ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഈ ഒരു ബ്ലോക്കിലായിരിക്കും. പിന്നെ വരുന്നത് ബ്ലോക്ക് 5, ഗ്രൂപ്പ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് പ്രോസസ് ചെയ്യുന്നത്, അതേപോലെ ലീഡർഷിപ്പും ലീഡറും എങ്ങനെയാണ്, ഒരു ലീഡർ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ബ്ലോക്ക് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ സ്റ്റഡീസ്. എൻവിറോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പരിസര പഠനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ പണ്ടതൊക്കെ പഠിച്ചിട്ടുള്ള EVS ഒക്കെ പോലത്തെ ഒരു സബ്ജക്റ്റ് ആണ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ്. നമ്മുടെ എൻവിറോൺമെന്റിലെ എക്കോസിസ്റ്റം എങ്ങനെയാണ്, മേജർ ആയിട്ടുള്ള എക്കോസിസ്റ്റം എന്തൊക്കെയാണ്, അതിന്റെ നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അതിന്റെ പോളിസീസും കാര്യങ്ങളും, അതേപോലെ എൻവിറോൺമെന്റ് ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു എൻവിറോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ള ഒരു പേപ്പറിലായിരിക്കും. ഓക്കെ. ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ടും വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, അതേപോലെ ഗ്ലോബൽ ആയിട്ട് വരുന്ന എൻവിറോൺമെന്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും ഇതിൽ പറയുന്നുണ്ടാവും. പിന്നെ നമ്മുടെ എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പോളിസീസ് പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടീസസും പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ വരുന്ന പേപ്പറാണ് വാല്യൂ എഡ്യൂക്കേഷന്. ഇത് ഇന്റഗ്രേറ്റഡ് കോഴ്സസിനുള്ളതാണ്. ഇതിലും കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ഹ്യൂമൻ വാല്യൂസ് കൾച്ചറൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇതിന്റെയൊക്കെ തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ എന്താണെന്നും, അതേപോലെ വാല്യൂ ഡെവലപ്മെന്റും സോഷ്യൽ ഡൈനാമിക്സിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ സോഷ്യലി എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടും ഈ ഒരു പേപ്പറിലാവും നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷനെ കുറിച്ചിട്ട് പറയാം. പ്രോഗ്രാം കംപ്ലീഷന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ്. നമുക്കറിയാം, നമ്മൾ ഡിസ്റ്റൻസ് ആയി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അറ്റൻഡൻസ് പോസിബിൾ അല്ല അല്ലെ. ബട്ട് ഇൻ കേസ് അവരെന്തേലും നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് എന്തെങ്കിലും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ചിലപ്പോൾ ഓൺലൈൻ ആവാം അല്ലെങ്കിൽ ഓഫ്ലൈൻ ആവാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല, നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരെ മെയിലായിട്ട് കണക്ട് ചെയ്യുക. എനിക്കിങ്ങനെ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വരില്ല എന്നുള്ള കാര്യങ്ങൾ അവരായിട്ട് കണക്ട് ചെയ്യുക. എപ്പോഴും സ്റ്റഡി സെന്ററിനായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക, മെയിൽ അയച്ചിട്ട് അവരെ കണക്ട് ചെയ്യുക. പിന്നെ അറ്റൻഡൻസ് വരുന്നത് നമ്മുടെ പ്രാക്ടിക്കലിനാണ്. പ്രാക്ടിക്കലിന് 100% അറ്റൻഡൻസ് വേണം. അതിൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ വരുന്നതാണ് അസൈൻമെന്റ്. നമുക്ക് 8 സബ്ജക്റ്റ് ആണുള്ളത്. 8 സബ്ജക്റ്റിനും 8 അസൈൻമെന്റും ഉണ്ടാകും. ഓക്കെ. നിങ്ങളെ 8 അസൈൻമെന്റും നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ ഉണ്ടാവും. ടേം ആൻഡ് എക്സാമിനേഷനും നിങ്ങൾക്ക് അറിയാലേ, നമ്മൾ ഒരു പേപ്പർ നമ്മൾ പഠിച്ച് ആ പേപ്പർ പഠിച്ചു എന്നുള്ളതിന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എക്സാം എഴുതണം. ആ എക്സാം ആണ് ടേം ആൻഡ് എക്സാമിനേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് വേണ്ട എല്ലാ ഹെൽപ്പും എല്ലാ സപ്പോർട്ടും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പിന്നെ വരുന്നതാണ് സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ. സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ SLM ആണ്. SLM എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് IGNOU, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്, ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങളുടെ SLM ആയിട്ട് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ കണ്ടു തുടങ്ങിയവരാണെങ്കിൽ നമ്മൾ അതിൽ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾ ബുക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. അതിൽ വരുന്ന തിയറി കമ്പോണൻസ് ആയിട്ടും പ്രാക്ടിക്കൽ കമ്പോണൻസ് ആക്കിയിട്ടും സ്റ്റഡി മെറ്റീരിയൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തിയറി കമ്പോണൻസിലാണ് സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് വിത്ത് സ്പെസിഫൈഡ് ഡ്യൂ ഡേറ്റ്. നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ അസൈൻമെന്റ്സ് നമുക്ക് ഓരോ സബ്ജക്റ്റിന് വരുന്ന അസൈൻമെന്റും അത് നമ്മൾ September 30, നിങ്ങളിപ്പോ ജനുവരി ബാച്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സാം വരുന്നത് ഡിസംബറിലാവും. അപ്പൊ ഒരു സെപ്റ്റംബർ ടൈമിലാവും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരിക, നിങ്ങൾക്ക് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ. ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവർ പറയുന്ന ഡേറ്റിന്റെ ഉള്ളിൽ അസൈൻമെന്റ് സബ്മിറ്റ്
ചെയ്യാം. അതേപോലെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോപ്പി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫോണിലേലും ഒന്ന് സേവ് ചെയ്ത് PDF ആക്കിയിട്ട് നിങ്ങളുടെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇൻ കേസ് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ള പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അക്നോളജ്മെന്റ് സ്ലിപ്പ് അവിടുന്ന് വാങ്ങുക. നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് അത് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നതാണ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഇവാലുവേറ്റ് ചെയ്ത അസൈൻമെന്റ് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ പറ്റും. എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് 1 മാസം, അതിന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 1 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവാലുവേറ്റ് ചെയ്ത അസൈൻമെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അയച്ചു തരും കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നതാണ് പ്രാക്ടിക്കൽ കമ്പോണൻസ്. പ്രാക്ടിക്കൽ കമ്പോണൻസിൽ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. 100% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കലിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലിന് എക്സാമും അതിന്റെ വൈവയും ഉണ്ടാവും. ഓക്കെ, പ്രാക്ടിക്കൽ വൈവയും പ്രാക്ടിക്കൽ റെക്കോർഡും ഉണ്ടാവും. റെക്കോർഡ് നിങ്ങൾക്ക് എഴുതി സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് അസൈൻമെന്റിൽ 35% മാർക്ക് വേണം പാസ്സാവണമെന്നുണ്ടെങ്കിൽ. ബട്ട് നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ഗൈഡും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ എന്തായാലും 35 എബോ മാർക്ക് എന്തായാലും നിങ്ങൾ സ്കോർ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അസൈൻമെന്റ് ഗൈഡ് ബുക്കുകളും ആൻസർ ഗൈഡ് ബുക്കുകളും ഒക്കെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് അസൈൻമെന്റ് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. അസൈൻമെന്റിൽ 40% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തായാലും അത്രയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് അത്ര സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റിട്ടൺ ആണ്. പേജിന്റെ കണക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് 8 അസൈൻമെന്റും ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെയാണ് എഴുതേണ്ടി വരിക കേട്ടോ. ഓക്കെ, നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷനിലും നമുക്ക് 40% മാർക്ക് വേണം ഓരോ പേപ്പറിനും. എന്നാൽ മാത്രമേ നമ്മൾ അതിലും പാസ് ആവുള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് ലേൺ വൈസിന്റെ വീഡിയോസും എക്സാമുകളൊക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ പാസ് ആവുന്നതേ ഉള്ളൂ ടേം ആൻഡ് എക്സാമിനേഷൻസ്. ഓക്കെ, നമുക്ക് എക്സാംസ് ജൂണിലും ഡിസംബറിലും എക്സാം വരുന്നുണ്ട്. ഇഗ്നോന്റെ അഡ്മിഷൻസ് ഒരു വർഷത്തിൽ 2 സൈക്കിൾ ആയിട്ടാണ് നടക്കുന്നത്. ജൂലൈയിലും നടക്കുന്നുണ്ട്, ജനുവരിയിലും നടക്കുന്നുണ്ട്. ജൂലൈയിലെ അഡ്മിഷൻ എടുത്തവർക്ക് ജൂണിലാവും എക്സാം വരിക. ജനുവരിയിൽ അഡ്മിഷൻ എടുത്തവർക്ക് ഡിസംബറിലാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഡിസംബറിലാവും എക്സാം വരിക. ഓക്കെ, ഇതിന്റെ അപ്ലിക്കേഷൻ ഫോം ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫോം ഒക്കെ ഒരു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ കയറി രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. എന്നാലേ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ കിട്ടുള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾ അറിയിക്കും പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും മെന്റേഴ്സിനായിട്ടൊക്കെ ഒരു പേഴ്സണൽ കണക്ഷൻ എപ്പോഴും ഉണ്ടാക്കി വെക്കുക. കാരണം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നത് മെന്റേഴ്സ് ത്രൂ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ തിയറി കോഴ്സസിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് അസൈൻമെന്റും ടേം ആൻഡ് എക്സാമിനേഷന്റെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് ഔട്ട് ആവുന്നത്. അതായത് അസൈൻമെന്റിന് 30% മാർക്കും നമ്മളെ ടേം ആൻഡ് എക്സാമിനേഷന്റെ 70% മാർക്കുമാണ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാലേ ലേൺ വൈസിൽ നിങ്ങളിപ്പോ ലേൺ വൈസിലൊക്കെ ജോയിൻ ചെയ്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ വേണം. ടൈം ടേബിൾ കിട്ടിയാൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. മാക്സിമം അതേ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്ത് പോവുക. ഇൻ കേസ് അതിന് പറ്റിയെന്നില്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ദിവസങ്ങളും ടൈമും നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ടൈം ടേബിൾ ലോഞ്ചിങ്ങിനായിട്ട് ഞാൻ അക്ഷര മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അക്ഷര മാം, നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എത്ര സബ്ജക്ട് ഉണ്ട്, സബ്ജക്റ്റിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ട് ഓരോ ബ്ലോക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എക്സാം ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ലെസ്സൺ മാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചെങ്കിലും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും വേണ്ടത് എന്താണ്, നമ്മൾ ഒരു കൺസിസ്റ്റൻസി വേണം, അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് വേണം. എന്നാലും മാത്രമാണ് നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വർക്ക് വേണം. അതായത് ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈം ടേബിളിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ സബ്ജക്റ്റും
അതുപോലെ തന്നെ അതിന്റെ അസൈൻമെന്റ്സും ഒരു റിവിഷനും അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകളെ ഒക്കെ നമ്മൾ 2 സെക്ഷൻ ആയിട്ടാണ് തരംതിരിച്ചത്. ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് 4 സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക, രണ്ടാമത്തെ സെക്ഷനിൽ വേറെ 4. കാരണം നമുക്ക് ടോട്ടലി 8 സബ്ജക്റ്റ് ആണല്ലോ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യത്തെ ഈ 4 സബ്ജക്റ്റിനെ ഒരു സൈക്കിളിലായിട്ടാണ് നമ്മൾ തരിക. അതായത് ഫസ്റ്റത്തെ സൈക്കിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അതായത് നിങ്ങളടുത്ത് ഓൾറെഡി ഒരു പിന്നെ സ്റ്റാർട്ടിങ്ങിൽ മെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും ഇൻട്രൊഡക്ഷൻ പഠിച്ചു തുടങ്ങാനായിരിക്കാം. പക്ഷെ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫെബ്രുവരി 3-നാണ് നമ്മുടെ ക്ലാസ്. അതായത് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് ഈ ടൈം ടേബിളിന്റെ കൂടെ പോവുക, അല്ലെങ്കിൽ ഒരു പടി മുന്നോട്ട് നിങ്ങൾ പോവുക. കാരണം എന്താന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെഷനിലൊക്കെ നിങ്ങളടുത്ത് ഓൾറെഡി ഇൻഫോംഡ് ആണ്. അതായത് നമുക്ക് ഈ റെക്കോർഡഡ് ലെസൺസിന്റെ പുറമെ നമുക്ക് ഒരു ലൈവ് റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടാവും. അപ്പൊ ഈ ലൈവ് റിവിഷൻ ക്ലാസ് ഈ ടൈം ടേബിൾ പ്രകാരമായിരിക്കും പോകുന്നുണ്ടാവുക. റിവിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണോ നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സിൽ കാണുന്നത് അതിന്റെ ഒരു കോംപ്രിഹെൻഡീവ് വേർഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുക, റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ഒരു സമ്മറി പോലെയൊക്കെ ആയിരിക്കും നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കാണണം? നമ്മൾ ആദ്യം അതിന്റെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ള പേപ്പറിലാണ്. അപ്പൊ ഫെബ്രുവരി 3-ന് തന്നെ നിങ്ങൾക്ക് നോക്കാം. ലെസൺ ടൈം എന്ന് പറഞ്ഞ് 10:30-ക്ക് ഒന്ന് ലെസൺ, പിന്നെയും നമ്മളൊരു 7:30-ക്ക് ഒന്ന് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ചുമ്മാ കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടേതായ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്കൂളോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഹൗസ് വൈഫോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. ആ സമയങ്ങളിൽ നിങ്ങൾ ഈ 10:30-ക്ക് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ഡെയിലി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ടൈമിന് അനുസരിച്ചിട്ട് പഠിച്ചു പോവുക. ഇപ്പോഴും പറയാം, നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ ഈ ഒരു ടൈം ടേബിളിലാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മഞ്ഞ കളറിലൊക്കെ അടിച്ചിട്ട് കാണുന്നുണ്ടാവും റിവിഷൻ ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ആ സമയങ്ങളിലായിരിക്കാം നമ്മൾ എന്ത് വരിക, റിവിഷൻ ക്ലാസ്സസ് വരിക, ലൈവ് റിവിഷൻ ക്ലാസ്സസ് വരിക. അപ്പോ ഫെബ്രുവരി 3 മുതൽ തുടങ്ങിയതിന് ശേഷം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫെബ്രുവരി 11-നാണ് നമ്മുടെ ആദ്യത്തെ, 11 അല്ലെങ്കിൽ 12-നാണ് നമുക്ക് ആദ്യത്തെ റിവിഷൻ ക്ലാസ് ഉണ്ടാവുക. മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം ടേബിളിന്റെ ഒരു പടി മുന്നിലോ അല്ലെങ്കിൽ ടൈം ടേബിളിന്റെ കൂടെയോ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യുക. കാരണം നമ്മളുടെ എക്സാം വരുന്നത് ഡിസംബറിലാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് മാസങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു വർക്കിൽ കൂടെ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ അസൈൻമെന്റ്സും നമ്മളുടെ റിവിഷനും കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാം കൂടെ ലാസ്റ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ബേൺ ഔട്ട് ആവും, നമ്മൾ സ്ട്രെസ്ഡ് ആവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞ കളറിലൊക്കെ ആയിട്ട് ഓരോ പിന്നെ റിവിഷൻ സെഷൻസും അസൈൻമെന്റ് റൈറ്റിംഗും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് നമുക്കറിയാം നമ്മൾ ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിന് കഴിയുമ്പോഴും നമ്മളിങ്ങനെ റിവിഷൻ ക്ലാസ് വെക്കും. റിവിഷൻ ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യാം. ഓരോ റിവിഷൻ ക്ലാസ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് അതിന്റെ റെക്കോർഡിങ്സും നമ്മുടെ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് ലൈവ് കാണാൻ പറ്റുമെങ്കിൽ ലൈവിൽ തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ഏപ്രിൽ 3-ാം തീയതിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് കഴിയുമ്പോഴും മാക്സിമം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു സബ്ജക്റ്റിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് ആ ഒരു റെക്കോർഡിംഗ് ക്ലാസ് തന്നെ നമുക്ക് കിട്ടും. അതിന്റെ കൂടെ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു സബ്ജക്ട് കഴിഞ്ഞു, അതിന്റെ റിവിഷൻ ക്ലാസ്സും കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങണം, നമ്മൾ അതിന്റെ പർട്ടിക്കുലർ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് മെന്റേഴ്സ് ത്രൂ ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ആപ്പിൽ തന്നെ അത് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ കീയും നമ്മൾ ഒരു ഗൈഡ് ബുക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്വന്തം എഴുതാൻ ശ്രമിക്കുക. ഗൈഡ് ബുക്ക് ഒരു ഗൈഡ് ആയിട്ട് നോക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമ്മൾ അതൊരു ഗൈഡ് ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു സബ്ജക്ട് തീരുന്ന ദിവസം തന്നെ അതിന്റെ അസൈൻമെന്റ്സ് എഴുതിയിട്ട് പോകാനുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാം. സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് നമ്മളുടെ ഈ ഒരു റിതം കംപ്ലീറ്റ് നഷ്ടപ്പെടും.
മാക്സിമം ഇതിലെ കൂടെ തന്നെ പോകാൻ നോക്കുക. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 8 സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ 4 ആക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ടോട്ടലി നമുക്ക് 8 സബ്ജക്റ്റിനെ 4 ഫസ്റ്റ് സൈക്കിളിൽ കൊടുത്തതാണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് വരുന്നത്, സെക്കൻഡ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, തേർഡ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോർത്ത് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറച്ചും കൂടെ എന്താ പറയാ, നമുക്ക് ഇത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് നോക്കാനും ഓരോ ദിവസത്തിന്റെ കാര്യം പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനും ഉണ്ട്. നമുക്ക് പിന്നെ മൺഡേ ടു ഒരു ഫ്രൈഡേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാറ്റർഡേ ആൻഡ് സൺഡേ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, നമ്മളെ ആ ഒരു വീക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഈ പിന്നെ ടൈം ടേബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ മെന്റേഴ്സ് ത്രൂ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി നടത്താം. അപ്പോൾ ഇത് നമ്മളുടെ BA സൈക്കോളജിയുടെ ഒരു ടൈം ടേബിൾ ആണ് ഇപ്പൊ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ BA FPC അതായത് 4 ഇയർ പ്രോഗ്രാമിന്റെ ടൈം ടേബിൾ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ 4 ഇയർ പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് അതിലെ സബ്ജക്ട്സിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് BA FPCയുടെ ടൈം ടേബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പർ തുടങ്ങുന്നത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. 3-ാം തീയതി തുടങ്ങി നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ വരുന്നത് 6-ാം തീയതിയാണ്. അപ്പോൾ റിവിഷൻ ക്ലാസ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സബ്ജക്ട് ഒരു ബ്ലോക്കിന്റെ റിവിഷൻ തന്നെ നമ്മൾ അവിടെ വേറെ ഡേറ്റ്സിനൊക്കെ കൊടുത്തിട്ട്, അപ്പൊ നമ്മളൊരു പ്രോബബിലിറ്റി ഡേറ്റ് ആണ് കൊടുത്തത്. അപ്പൊ മോസ്റ്റ്ലി ഇതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലാണ് നമ്മളുടെ ലൈവ് സെഷൻ ഹാപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രീ പ്ലാൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ആ റിവിഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും സബ്ജക്ട് അല്ലെങ്കിൽ ഇത്രയും ലെസൺസ് നമ്മൾ കണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അത് ഹെൽപ്ഫുൾ ആക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഇത് മെന്റേഴ്സ് ത്രൂ എന്തായാലും നിങ്ങളെ കയ്യിൽ കിട്ടും. അപ്പോ ഇതൊന്ന് നമുക്ക് ഒരു ക്ലോസ്ലി വ്യൂ നമുക്ക് ആ സമയത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് BA FPCക്ക് തുടങ്ങുക. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആൻഡ് ലേറ്റർ ഓൺ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ് തുടങ്ങുന്നത്. പിന്നെ സോഷ്യൽ സൈക്കോളജിയും, അതുപോലെ നമുക്ക് എല്ലാത്തിന്റെയും ലാസ്റ്റ് ആയിട്ട് സെൽഫ് സ്റ്റഡി, അസൈൻമെന്റ് റൈറ്റിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 4 സബ്ജക്ട് ഞാൻ പറഞ്ഞു 2 സൈക്കിൾ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടൈം ടേബിൾ എന്ന്. ഇപ്പൊ ഫസ്റ്റ് സൈക്കിളിലുള്ള ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ 4 സബ്ജക്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 സബ്ജക്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ടൈം റിലാക്സ് ചെയ്യാനുണ്ടാവും. റിലാക്സ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു റിലാക്സിങ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഈ 4 സബ്ജക്റ്റിന്റെ പെൻഡിങ് വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർക്കാനുള്ള ഒരു ടൈമാണിത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിൽ എക്സാംപീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ 4 സബ്ജക്റ്റിന്റെയും പറ്റുമെങ്കിൽ ഒരു റിവിഷനും കൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ 5ാമത്തെ ഈ ഒരു സബ്ജക്റ്റിന്റെ അടുത്ത സൈക്കിളിലോട്ടേക്ക് പോവാൻ. സോ 4 സബ്ജക്റ്റും നമ്മൾ തീർക്കുന്നു. അതായത് നമ്മൾ മെയ് 9-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ 4 സബ്ജക്ട് തീരും. അതുപോലെ തന്നെ ഈ 4 സബ്ജക്ട് തീർന്നതിന്റെ കൂടെ നമ്മൾ പിന്നെയുള്ള ടൈമിൽ, അതായത് പിന്നെ വരുന്നത് ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് നിങ്ങൾക്ക് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു 1.5 മാസം നിങ്ങൾക്ക് ഈ 4 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് എഴുതാനുള്ള ടൈമും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ 4 സബ്ജക്റ്റിലും എന്തെങ്കിലും ഒരു വർക്ക് പെൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ എന്തെങ്കിലും വിട്ടുപോയതോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഏരിയാസ് നോട്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ടൈമാണ് സെൽഫ് സ്റ്റഡി ടൈം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലെഷർ ടൈം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, റിവിഷൻ ക്ലാസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ ആ സമയത്തും നമ്മൾ അസൈൻമെന്റ് വർക്കുകളൊക്കെ തീർക്കുവാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ എക്സാമിന്റെ ടൈമിൽ, അതായത് ലാസ്റ്റ് മിനിറ്റുള്ള ഈ ഒരു റഷ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം അത് നമ്മുടെ ഈ ഒരു സെൽഫ് സ്റ്റഡി ടൈം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ഈ ഒരു നമ്മുടെ ഒരു Q&A സെഷൻ ഉണ്ട്, അതിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ലേൺ വൈസിൽ നിങ്ങൾക്ക് ഇപ്പൊ ടൈം ടേബിൾ ഒക്കെ കിട്ടി. ലേൺ വൈസിൽ എങ്ങനെയാണ് ലേൺ വൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു അക്കാഡമിക് ജേർണിയിൽ എങ്ങനെ ലേൺ വൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ലേണിംഗ് റിസോഴ്സസ് നമുക്കറിയാം, പലരും വീഡിയോ കണ്ട് തുടങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ വീഡിയോസ് ഒക്കെ നമുക്ക് റെക്കോർഡഡ് സെഷൻസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ റിവിഷൻ സീരീസ് ആയിട്ട് ലൈവ് സെഷൻസും കണ്ടക്ട് ചെയ്യുന്നതാണ്. റെക്കോർഡഡ് സെഷൻസ് കാണാനുള്ള ടൈം ടേബിൾ ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ലൈവ് സെഷനും ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും നടന്നുകൊണ്ട് പോവുക.
പിന്നെ അതുപോലെ നമ്മുടെ ലേൺ വൈസ് നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ലെസന്റെ ഓരോ ലെസന്റെ താഴെയും നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് നോട്ട് പോലത്തെ ഒരു നോട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കൺസെപ്റ്റ് മനസ്സിലാകാനും എളുപ്പത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് വാല്യൂ ആഡഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം പീഡിയയും എക്സാം സ്പെഷ്യൽ ഗൈഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ ആൻസറും ക്വസ്റ്റ്യൻസും ഒക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബുക്ക് എക്സാം പീഡിയയും എക്സാം ഗൈഡും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്കും തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ 8 അസൈൻമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. 8 അസൈൻമെന്റിനും നിങ്ങൾക്ക് ഗൈഡ് ബുക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗൈഡ് ബുക്ക് നോക്കിയിട്ട് ഇപ്പൊ അക്ഷര മാം പറഞ്ഞ പോലെ ഗൈഡ് ബുക്ക് നോക്കിയിട്ട് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒരു റെഫറൽ ബേസിൽ മാത്രം നിങ്ങൾ ഗൈഡ് ബുക്ക് എടുക്കുക. പിന്നെ നിങ്ങളുടെ SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഒക്കെ വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന മോർ ടൂൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്തും. അതിന്റെ ഒരു PYQ സെഷൻ പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഇഗ്നോ ചെയ്യുന്ന എക്സാം പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു മോഡൽ എക്സാമും കണ്ടക്ട് ചെയ്യുന്നതാണ്. എക്സാമിനോട് അടുപ്പിച്ച് നിങ്ങളുടെ സെഷൻസ് ഒക്കെ നിങ്ങളുടെ വീഡിയോ ലെസൺസ് ഒക്കെ ടൈം ടേബിൾ അനുസരിച്ച് കണ്ടു കഴിയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഒരു എക്സാം എഴുതാന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും എക്സാം ഫിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ചോദിക്കാനും ഇഗ്നോന്റെ എക്സാം ഹെൽപ്പ് ഡെസ്കും അവൈലബിൾ ആണ്. അതും നമ്മുടെ ലേൺ വൈസ് തരുന്ന ഒരു സപ്പോർട്ടാണ്. അതേപോലെ പലരും എന്നോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ മോശമാണ്, എക്സാമിന് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇംഗ്ലീഷിന്റെ എൻറിച്ച്മെന്റ് പ്രോഗ്രാമും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് കറക്റ്റ് അതിന്റെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു പോവാം. അങ്ങനെ ആയാലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടുകൂടെ കോ കരിക്കുലർ ഇവന്റ്സും നിങ്ങളെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേൺ വൈസ്. അതോടുകൂടെ തന്നെ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് അംബാസഡറിന്റെ ഒരു ഫെസിലിറ്റിയും കൂടി ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിൽ കൊടുത്തിട്ടില്ല, മിസ്റ്റേക്ക് എന്തോ ആണ്. ഓക്കെ, അപ്പൊ ഹാപ്പിനെസ് അംബാസഡറിന്റെ ഒരു ഫെസിലിറ്റിയും കൂടി നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീകോഡ് ചെയ്തു, അതിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നത്. അത് നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി 3-ാം തീയതി മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനിയിപ്പോ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാനിപ്പം UAE-ലായിരുന്നേ, അവിടെ ഇല്ലായിരുന്നു. അപ്പം നമ്മളിപ്പം ഈ പ്രാക്ടിക്കൽസിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, സ്റ്റഡി സെന്റർ ആണ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ലെസൺസ് എങ്ങനെ എടുക്കും? ഇപ്പം എക്സാമിന് മാത്രമായിരിക്കും ഞാൻ നാട്ടിൽ വരുന്നുണ്ടാവുക എഴുതാനായിട്ടേ, കാരണം ഇവിടെ കറന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡിസംബർ ടൈമിൽ മാത്രമായിരിക്കും ഞാൻ വരിക. അപ്പം ഈ അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യലും പിന്നെ ഈ പ്രാക്ടിക്കൽസ് നമ്മൾ ക്ലാസ് എടുക്കുന്നതും പ്രാക്ടിക്കൽസ് എക്സാം എടുക്കുന്നതും ഒക്കെ എങ്ങനെയായിരിക്കും? പ്രാക്ടിക്കലിന്റെ ക്ലാസ്സിന് അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. യൂഷ്വലി അത് ടേം ആൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആണ് നിങ്ങൾക്ക് അത് എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് സ്റ്റഡി സെന്റർ ആണ്. ഓക്കെ, അപ്പൊ ആ തിയറി എക്സാമിന്റെ അടുപ്പിച്ച് തന്നെ ആയിരിക്കും ആ പ്രാക്ടിക്കൽസ് എക്സാം ഉണ്ടാവുക? അത് ഡേറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് സ്റ്റഡി സെന്റർ ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് മെയിൽ അയച്ചിട്ട് ഡേറ്റ് തരും. ഇൻ കേസ് ആ സമയത്ത് നിങ്ങൾ നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ അവരായിട്ട് കണക്ട് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ക്ലാസ്സസ് എടുക്കുന്നതോ പ്രാക്ടിക്കൽസിന്റെ? സ്വപ്നം ഏത് സ്റ്റഡി സെന്റർ ആയിരുന്നു? ഞാൻ അവിടെ JDT ആണ് കൊടുത്തത്. JDT ആണ് അല്ലെ? JDT അത്യാവശ്യം, അതായത് നമ്മളുടെ തിയറി എക്സാം കഴിഞ്ഞിട്ട് ഒരു അത്യാവശ്യം ഡ്യൂറേഷൻ എടുക്കും. അതായത് അടുപ്പിച്ചിട്ടൊന്നും ഉണ്ടാവാറില്ല. യൂഷ്വലി നമ്മളുടെ ഈ ഒരു ജൂലൈ 23 ആയിക്കോട്ടെ, Jan 24 ഇപ്പൊ ഈ 2 ബാച്ചും എക്സാം കഴിഞ്ഞല്ലോ. അപ്പൊ അവർക്കൊന്നും ഇതുവരെയും കണ്ടക്ട് ചെയ്തിട്ടില്ല. സോ അതിന്റെ ഒരു ഡിലേ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ലൈക്ക് നമ്മളുടെ തിയറി എക്സാം ഡിസംബർ കഴിഞ്ഞ ഉടനെ നമ്മൾ യൂഷ്വലി ഇഗ്നോന്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സാം കഴിഞ്ഞ ഉടനെ വിത്തിൻ 1.5 months നടത്തണം എന്നുള്ള ഒരു റൂൾ ഉണ്ട്. പക്ഷെ ചില സ്റ്റഡി സെന്റേഴ്സ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അതായത് അവർക്ക് ഒരു ലാഗ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ JDT ആവുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ ലൈക്ക് നമ്മളുടെ തിയറി എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
ഓക്കെ അപ്പം വിച്ച് മീൻസ് ഞാൻ പിന്നെ പ്രാക്ടിക്കൽസിന്റെ ഡേറ്റ് നോക്കിയിട്ട് പിന്നെ വീണ്ടും വരേണ്ടി വരും നമുക്ക് അല്ലേ? ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, നമുക്ക് അബ്രോഡ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കെല്ലാം ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. കാരണം പ്രാക്ടിക്കലിന് നമുക്ക് ഇൻ പേഴ്സൺ ആയിട്ട് വരണമല്ലോ അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ എന്നാൽ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനോ? അപ്പം അത് നമ്മൾ ഇൻ പേഴ്സൺ ആയിട്ട് വരണം, നമ്മൾ നേരിട്ട് പോവാം. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലിന്റെ എക്സാം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഉം. ഒരു ഏകദേശം ഒരു 1 മന്തിന്റെ മുന്നേ നമുക്ക് എന്തായാലും ഒരു ബിഫോർ 1 മന്ത് നമ്മളെടുത്ത് നോട്ടിഫൈ ചെയ്യും. അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ആഡ് ചെയ്യും. അതിനുശേഷം അവരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എന്താ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തിയറി എക്സാം കഴിഞ്ഞതിന് ശേഷം ഇൻ കേസ് അവർ നടത്തുവാണെങ്കിൽ ബിഫോർ ഒരു 1 മന്ത് തന്നെ നിങ്ങളടുത്ത് ഇങ്ങനെ ഒരു എക്സാം നടക്കുന്നുണ്ട്, ഇതിന്റെ ക്ലാസ് ഇത്രാം തീയതിയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ നല്ല പ്രയോർ ആയിട്ട് ഇൻഫോം ചെയ്യും. കാരണം ഒരുപാട് സ്റ്റുഡൻസ് അബ്രോഡ് ഉള്ള ആൾക്കാരുണ്ടാവും. സോ എല്ലാവർക്കും പ്ലാൻ ചെയ്തെത്തണ്ടേ. അപ്പൊ അതിന് ഒരു എന്തായാലും നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും വളരെ പ്രയോർ ആയിട്ട് കിട്ടും, എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് അത് കൺവേ ചെയ്യാം. JDT വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്താണ്. മെയിൽ ത്രൂ കൺവേ ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ JDT നടക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങളെ പിന്നെ ഇപ്പോ അഡ്മിഷൻ എടുത്തതുകൊണ്ട് കുറച്ചൊരു ഏകദേശം ഒരു മാർച്ച് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ആഡ് ചെയ്തു തുടങ്ങും. ഓക്കെ, ആ വർക്ക് ചെയ്യുന്നോണ്ട് അപ്പം നേരത്തെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ഒരുപാട് സ്റ്റുഡൻസ് വളരെ നോട്ടിഫൈ ചെയ്യും. ഓക്കെ. എല്ലാ സെന്ററിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കുമല്ലോ, എന്നായിരിക്കും പ്രാക്ടിക്കലിന്റെ ക്ലാസ്, എന്നായിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് നമ്പർ, നിങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും. മനസ്സിലായില്ലേ എന്തായാലും? അതായത് ഇപ്പൊ എല്ലാ സെന്ററിനും ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ്, അപ്പൊ ട്രിവാൻഡ്രത്ത് എന്നായിരിക്കും ക്ലാസ് എന്ന് നിങ്ങൾ നമ്മുടെ പറയൂലേ, ഇത്രാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലാസ് ഉണ്ടെങ്കിൽ അവർ മെയിൽ വഴിയാണ് കൂടുതലും കമ്മ്യൂണിക്കേഷൻ നടത്താറ്. ആൻഡ് ഓൾസോ ട്രിവാൻഡ്രം കുറച്ചുകൂടെ എന്താണ് കറക്റ്റ് പങ്ക്ച്വൽ ആയിട്ട് നടത്തുന്ന ഒരു സെന്റർ ആണ്. അതായത് നമ്മുടെ തിയറി എക്സാമിന് ശേഷം വിത്തിൻ ഒരു 2 മന്ത്സ് യൂഷ്വലി അവിടെ നടത്താറുണ്ട്. അവിടെ ഇത്രയും കാലം ഒന്നും പെൻഡിങ് ആയിട്ടില്ല. സോ പിന്നെ അവിടെയുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് എക്സാം കഴിയും, അല്ലെങ്കിൽ ഒരു തിയറി എക്സാമിന്റെ അടുത്തൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾ കൂടുതലായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ വെക്കാൻ പോകുമല്ലോ എന്തായാലും. നമ്മൾക്ക് ഇപ്പോ ജാനുവരി സൈക്കിളിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെപ്റ്റംബർ നവംബർ ഒക്കെ ആവുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ അസൈൻമെന്റ് വെക്കാനൊക്കെ പോകുമല്ലോ സ്റ്റഡി സെന്ററിൽ. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്ട്ലി ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പൊ നമുക്ക് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, സെയിം സ്റ്റഡി സെന്ററിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ വീക്ക്ലി കോളൊക്കെ വിളിക്കുന്ന സമയത്ത് അവരിങ്ങനെ കൺവേ ചെയ്യും, ഓക്കെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള അതേ സെന്ററിലുള്ള സ്റ്റുഡൻസിനെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. സോ നമുക്ക് കൺവേ ചെയ്യാനുള്ള ഒരു സിസ്റ്റവും നമുക്കുണ്ട്. തിയറി എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലാസ് വരുന്നത്, അതായത് മുമ്പ് ഇതിന്റെ ക്ലാസ് വന്നിട്ടായിരിക്കുമോ? നമ്മുടെ പ്രാക്ടിക്കലോ? പ്രാക്ടിക്കലിന്റെ ക്ലാസ് പ്രാക്ടിക്കൽ ഒരിക്കലും നമ്മുടെ തിയറി എക്സാമിന്റെ മുമ്പേ വരാറില്ല. അതായത് പ്രാക്ടിക്കൽ ക്ലാസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് തിയറി എക്സാമിന്റെ മുമ്പേ വരില്ല. അത് ഭയങ്കര 100% ഷുവർ ആണ്. അതിനുശേഷമാണ് വിത്തിൻ ഒരു 1 മന്ത് ഗ്യാപ്പ് മിനിമം എല്ലാ സെന്റേഴ്സും തരും. അതായത് ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണ്ട. പക്ഷെ 1.5 മന്ത് ഒക്കെ കഴിയുന്ന സമയത്ത് ഇവര് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ട് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചില സെന്റേഴ്സ് 2 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളാണ് എടുക്കാറ്. ഇപ്പൊ ഈ 2 മുതൽ 4 വരെയുള്ള ക്ലാസ് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ 2 ക്ലാസ് മാത്രം എടുക്കുന്നുണ്ട്, ചില സമയത്ത് അത് 4 ക്ലാസ് ഒക്കെ ചില സെന്റേഴ്സ് എടുക്കാറുണ്ട്. അപ്പൊ ഈ 4 ക്ലാസ്സിലും അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില സമയത്ത് ഓക്കെ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. അത് ഈ റീജിയണൽ സെന്റർ ആൻഡ് ഓൾസോ സ്റ്റഡി സെന്ററിനെ ബേസ് ചെയ്തിരിക്കുന്നു. അവരുടെ ഡിസിഷൻ ആണ് ഇതിന്റെ ഫൈനൽ എത്ര അറ്റൻഡൻസ് വേണം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ അവർ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്ന സമയത്ത് പറയും, ഇത് മാൻഡേറ്ററി ആണ്, ഇതിൽ ഇത്ര അറ്റൻഡൻസ് വേണം, എന്നാലും മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ നിങ്ങളെ മെയിലുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് കൺവേ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴിയും ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് തിയറി എക്സാം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കലിന്റെ ക്ലാസ്സും വരിക, എക്സാം വരിക. ഈ അസൈൻമെന്റ് സബ്മിഷനും പറഞ്ഞല്ലോ, അസൈൻമെന്റ് സബ്മിഷൻ ഹാൻഡ് റിട്ടൺ വേണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യും? അപ്പം ഇപ്പൊ നമ്മള് ഇപ്പൊ എവിടെയാ, ഇപ്പൊ ഇയാള് പുറത്തല്ലേ എവിടെയോ? ഞാൻ ദുബായിലാ. എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ സ്റ്റഡി സെന്ററിലോട്ടേക്ക് നമുക്ക് മെയിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സൽ ചെയ്ത് അയക്കാം. നമ്മൾ ഡയറക്ട്ലി സ്റ്റഡി സെന്ററിലേക്ക് അയക്കാം. അതല്ല അതിൽ കുറച്ച് റിസ്ക് ആണെന്ന് ഇയാൾക്ക് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള വീട്ടിലേക്കോ അയച്ചിട്ട് അവരുടെ അടുത്ത് പോയി സബ്മിറ്റ് ചെയ്യാൻ പറയും. നമ്മൾ സ്വന്തമായിട്ട് പോകണമെന്ന് നിർബന്ധമില്ല, വേറെ ആരെങ്കിലും വഴി നമ്മൾ കൊടുത്താൽ മതി. അതായത് അത് അവിടെ കിട്ടണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. ഹാൻഡ് റിട്ടൺ നിർബന്ധമാണ്, മീൻസ് മെയിലിൽ കൂടെ ഒന്നും അയക്കാൻ പറ്റില്ല. ഇല്ല പറ്റില്ല. ഇല്ല. ഓക്കെ, നമ്മൾ ഈ സ്റ്റഡി സെന്ററായിട്ടും നമ്മൾ ഈ സ്റ്റഡി സെന്ററായിട്ടും റീജിയണൽ സെന്ററായിട്ടും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണോ? നിങ്ങൾ അവര് കോണ്ടാക്ട് ചെയ്തോളൂ.
അതായത് ഓക്കെ നിങ്ങളൊരു ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ അല്ലേ, അപ്പൊ നിങ്ങൾ പിന്നെ ഈവൺ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കൺഫർമേഷൻ വരെ വന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോ അതിന് ഒരു ടൈം എടുക്കും. ഞാൻ പറയുന്നത് ഇപ്പൊ മാർച്ചിൽ തന്നെ നിങ്ങൾ എല്ലാരെയും ആഡ് ചെയ്ത് നിങ്ങളെ ഗ്രൂപ്പ് ഒന്നും തുടങ്ങണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ചില സ്റ്റഡി സെന്റർ ഒന്നും വളരെ ലേറ്റ് ആയിട്ടൊക്കെയാണ് തുടങ്ങുക. അപ്പൊ കലൂരിലും അതുപോലെ ട്രിവാൻഡ്രത്തിലും നല്ല ഡിലേ ഉണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് എല്ലാം തുടങ്ങാൻ നല്ല ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പോ അവിടെയൊക്കെ അപ്പൊ നമുക്കൊരു ഓക്കെ നമ്മളൊരു ടെൻഷൻ ആവും, അതെന്താ എനിക്ക് മാത്രം ആഡ് ചെയ്യാത്തതെന്ന്. നമുക്ക് യൂഷ്വലി എല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പൊ JDT-ക്കാർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ വളരെ നേരത്തെ തുടങ്ങുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഒരു ഡിലേ ആണ്. പക്ഷെ ബാക്കി എന്താ പറയാ, ഈ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്യേണ്ട. നമുക്ക് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് നമ്മുടെ അഡ്മിഷൻ കൺഫേം ആയാൽ ഒരു കൺഫർമേഷൻ മെയിൽ വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ സ്റ്റഡി സെന്ററുകാരും നമുക്ക് ചിലപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പിന്നെ ഇത് കലൂർ സ്റ്റഡി സെന്ററിന്റെ ഗ്രൂപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെയിൽ ചെക്ക് ചെയ്യാം. നമ്മൾ വൺസ് നമ്മൾ ഇപ്പൊ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെയിൽ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. ഏത് മെയിലാണോ കൊടുത്തത് അത് ചെക്ക് ചെയ്യാം. അതിൽ നമ്മുടെ സ്റ്റഡി സെന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ള സമയത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ചിലപ്പോൾ മെയിലിലാണ് അതിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കുക, നമ്മുടെ മെയിലിലോട്ടേക്ക് വരിക. അപ്പൊ അതിലൊക്കെ ജോയിൻ ചെയ്യാം. നമ്മൾ അങ്ങോട്ട് കയറി കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ തന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ഇൻ കേസ് വളരെ ഡിലേ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഓക്കെ ഒരു ഏപ്രിൽ ആയി അല്ലെങ്കിൽ ഒരു മെയ് ആയിട്ട് നിങ്ങൾക്ക് ഒരു അഡ്രസ്സും ഇല്ല, ഒരു വിവരവും ഇല്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുക, ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ, എന്താണ് വിവരം എന്നുള്ളത്. കാരണം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കുമല്ലോ. സോ നമുക്ക് ഇന്ന സെന്ററിന് ഗ്രൂപ്പ് ഉണ്ട്, ഇന്നത് ഇല്ല എന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആ സെന്ററിലുള്ള വേറെ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യാലോ. സോ ഇൻ കേസ് അങ്ങനെ ഒരു കൺസേൺ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടും വരുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മെന്റേഴ്സിന്റെ അടുത്ത്. ഹലോ, ഞാൻ എൻറോൾ ചെയ്ത കോഴ്സ് BA PCH ആണ്. പക്ഷെ നിങ്ങൾ BA-FPCക്ക് പറഞ്ഞല്ലോ ഒരു 2 days ഒരു 1 week പോലെ ഒരു ലെഷർ ടൈം കൊടുക്കും, ഐ മീൻ കാച്ചപ്പ് ചെയ്യാനുള്ളത്. അതുപോലെ BA PCH കൊടുക്കുന്നുണ്ടോ? അത് എല്ലാത്തിനും കോമൺ ആണ് കേട്ടോ. അത് ഞാനിപ്പോ രണ്ടിനും കൂടെ സെപ്പറേറ്റ് ആയിട്ട് പറയണ്ട വിചാരിച്ചിട്ട് ഞാൻ അത് ലാസ്റ്റ് ആയിട്ട് എല്ലാം കൂടെ ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ ലെഷർ ടൈം ഉദ്ദേശിച്ചത് ഓക്കെ എനിക്കൊന്നും പഠിക്കണ്ട, ഞാൻ ഫ്രീ ആണ് എന്നുള്ള ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആ സമയത്ത് അല്ല അത് മനസ്സിലായി. മീൻസ് ഇപ്പൊ എന്തെങ്കിലും കാരണവശാല് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ ഈ ടൈം ടേബിളിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാച്ചപ്പ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുമല്ലോ. പെൻഡിങ് ആവുമല്ലോ. പെൻഡിങ് സമയത്ത് പെൻഡിങ് വർക്കുകൾ തീർക്കാനും അതുപോലെ തന്നെ നമുക്ക് അസൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യം തുടങ്ങുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു തീർന്നു, അപ്പൊ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇംഗ്ലീഷിന്റെ അസൈൻമെന്റ് എഴുതിയിട്ടില്ല, അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് പെൻഡിങ്ങിലായി പോയി, അല്ലെങ്കിൽ പകുതി എഴുതിയിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള അപ്പൊ നമുക്ക് മറ്റേത് ക്യാച്ച് ഓൺ ചെയ്യാനും പറ്റില്ല, ഇത് നിർത്താനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ ഫ്ലാഷ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഒരു പൊല്യൂഷൻ ഇത് നടക്കും. സമയത്ത് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാനുള്ള ഏകദേശം 1.5 month നിങ്ങൾക്ക് ഫ്രീ ഉണ്ടെന്ന് തോന്നുന്നു. ഏറെക്കുറെ ഒരു 1 month എന്തായാലും നിങ്ങൾക്ക് തരും പെൻഡിങ് വർക്ക് കാര്യങ്ങളൊക്കെ തീർക്കാനാണ്. ആ സമയം നിങ്ങൾക്ക് ടൈം ടേബിൾ ഇല്ല വിചാരിച്ചിട്ട് ഓക്കെ ഇനി പഠിക്കണ്ടെന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. അതാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞു തന്നത്. ആ സമയത്ത് ലെഷർ ടൈം എന്ന് പറയാം, പക്ഷെ സ്റ്റിൽ നമുക്ക് ആ സമയം അസൈൻമെന്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള ടൈമാണ്. ഹായ്. ഓക്കെ, ഇനി ചോദിക്ക്. ഇന്ത്യയില് വേറെ എവിടെ, കേരളത്തിലല്ലാണ്ട് വേറെ എവിടെ നമുക്ക് സ്റ്റഡി സെന്റർ ചൂസ് ചെയ്യാൻ പറ്റുക? ഇന്ത്യയിൽ എവിടെയും ചൂസ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? ഞാനിപ്പോ ആൻഡമാനിലാണുള്ളത്. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അല്ലെങ്കിൽ ഇവിടെയുള്ള നിങ്ങളെ AC ഉണ്ടാവില്ലേ, നിങ്ങൾ ഇവിടെ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത സമയത്ത് കണക്ട് ചെയ്ത ആളുണ്ടാവില്ലേ, അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുക. ലൈക്ക് നിങ്ങളുള്ള സ്ഥലത്തിന്റെ സറൗണ്ടിങ്സിൽ ഉണ്ടോന്ന്. കേരളത്തിന് പുറത്ത് ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് 3 സ്റ്റഡി സെന്റേഴ്സും 3 റീജിയണൽ സെന്റേഴ്സും ഒക്കെ ഉള്ളത്. സ്റ്റഡി സെന്റർ അല്ല, 3 റീജിയണൽ സെന്റേഴ്സ് ഒക്കെ ഉള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ടാവും. ഇപ്പൊ കാരണം ഇത് IGNOU യൂണിവേഴ്സിറ്റി ഇസ് നോട്ട് ബേസ്ഡ് ഓൺ കേരള, ഇത് ഇന്ത്യയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് വൈഡ്ലി പോപ്പുലർ, അത്രയും പോപ്പുലർ ആണ്, അത്രയും സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാം ആണ് നമ്മുടെ IGNOU എക്സാം. സോ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അടുത്തുള്ള നമ്മളുടെ റീജിയണൽ സെന്ററിലോട്ടേക്ക് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പ്രാക്ടിക്കലൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യണമല്ലോ. സോ നമ്മളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ചിട്ട് ഏറ്റവും അടുത്ത സെന്റർ തന്നെ ചൂസ് ചെയ്യും. അപ്പോ ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ, ഇനി എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം. മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പൊ മെന്റേഴ്സിനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. മെന്റേഴ്സിനായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ, ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. വീക്ക്ലി കോൾസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മെന്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും നമുക്കൊരു ടാസ്ക് തരും, ഒരു ആക്ഷൻ ടാസ്ക് തരും. കാരണം ഈ ആക്ഷൻ ടാസ്ക് നമ്മൾ ലാസ്റ്റ് നിങ്ങളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഫസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ
ചോദിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ മെന്റേഴ്സിന് അയക്കേണ്ട ഒരു കാര്യവും. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുത്തതാണ്. അതായത് നിങ്ങളെ സബ്ജക്റ്റിന്, അതായത് നമ്മൾ കൂടുതലായിട്ട് സബ്ജക്ട് റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നിങ്ങൾ പിന്നെ ഇവിടെ 8 കോഴ്സ് കൊടുത്തത് നിങ്ങൾക്ക് 6 സബ്ജക്റ്റുകളാണ് ഉള്ളത്. അതൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പോ നമ്മളുടെ സിലബസിനെ നമ്മൾ ഇൻസൈഡ് ഔട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സെഷൻ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും, നിങ്ങൾക്ക് ഒരു സ്ലോഗൻ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരു വോയിസ് നോട്ട് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു ടാസ്ക് ആണ് ഇത്. മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലുള്ള ഒരു സബ്ജക്ട് ഏതാണെന്ന് ആ സബ്ജക്റ്റിനെ വെച്ച് ഒരു വോയിസ് നോട്ടും അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഒരു ഷോർട്ട് വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വോയിസ് നോട്ട് ആണെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊമോഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ടീച്ചർ ആണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യം ഉള്ള ഒരു സബ്ജക്ട്, ഇപ്പൊ നമ്മൾ എല്ലാ 8 സബ്ജക്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 8 സബ്ജക്റ്റിന്റെ കാര്യങ്ങളും നമ്മൾ ഏതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിങ്ങളൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ ഒരു നമുക്കൊരു കുറച്ചും കൂടെ ഒരു കോമ്പാക്റ്റബിലിറ്റി തോന്നിയ സബ്ജക്ട് ഏതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ. ഇത് നിങ്ങളെ മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഇത് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളെ മെന്റേഴ്സിന് ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവേണ്ടതാണ്. നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലല്ല, നിങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചതിന് ശേഷം ഇത് ചെയ്തിട്ട് നിങ്ങളെ മെന്റേഴ്സിന് അയക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഓരോ സെഷൻ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ടാസ്കുകൾ തരും. അത് എന്തായാലും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യാം.